ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ NIOS ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 16 ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 16 എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ഈ ചാപ്റ്ററും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പണ്ട് നമ്മൾ +2 പഠിച്ച അതേ ചാപ്റ്റേഴ്സ് തന്നെയാണ്, അതിലെ അതേ ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണ്. കുറച്ചുകൂടെ നമ്മുടെ 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതായത് കുറച്ചുകൂടെ വൈഡ് ആക്കി കൊടുത്തിട്ടുണ്ട്, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ് വൈകിപ്പിക്കുന്നില്ല. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്, അതായത് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ വേരുറപ്പിക്കാൻ വേണ്ടിയിട്ട് പല ട്രിക്കുകളും ബ്രിട്ടീഷുകാർ പയറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സൈനിക സഹായ വ്യവസ്ഥയെന്നും ദത്തവകാശ നിരോധന നിയമമെന്നും അതുപോലെ തന്നെ നമ്മുടെ പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച്, പിറ്റ്സ് ആക്ടിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പതിവ് പോലെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ക്ലാസ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോവാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥ എന്നാൽ എന്താണ്? സബ്സിഡറി അലയൻസ് എന്നാണ്. അപ്പോൾ ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് നമ്മുടെ വെല്ലസ്ലി പ്രഭുവാണ്. നമുക്കറിയാം, വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ പേരിൽ തന്നെ ഉണ്ട് സൈനിക സഹായ വ്യവസ്ഥ. അതായത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് സൈനികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതായത് ഒരു യുദ്ധം വന്നാലോ എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷുകാരുടെ ഇവിടെ അടിയുറപ്പിക്കാനുള്ള തന്ത്രമാണ്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു യുദ്ധം വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യും? മുന്നോട്ട് വരും. സൈനികപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ നമുക്ക് തരും. പക്ഷേ അവരുടെ അധികാരം മൊത്തം ആർക്ക് തന്നെയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാർക്കാണ്. ഇവിടെ ഇന്ത്യൻകാർക്ക് ഒരു അധികാരവും ഇല്ല. പക്ഷെ ഇന്ത്യക്കാർ എന്താണ്? ഒരു സ്റ്റാച്യു പോലെ, ഒരു പ്രതിമ പോലെ നിൽക്കണം. ഭരണം മൊത്തം ആരുടെ കൈകളിലാണ്? ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലാണ്. അപ്പൊ ആ ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലുള്ള ആ അധികാരം ഉറപ്പിച്ച് നമുക്ക് എന്ത് തരും? സഹായ വാഗ്ദാനങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വെല്ലസ്ലി പ്രഭു, ലോർഡ് വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പൊ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പോയിന്റ് ഇട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ഒരു 5 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം. നോക്കിക്കേ, എന്താണ് സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ? അപ്പോ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, ചാപ്റ്റർ 15 എടുക്കാത്തത് എന്താണെന്ന് ചോദിക്കേണ്ട. 15 TMA ആണ് നിങ്ങൾക്ക്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നോക്കിയത്? 14ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ നോക്കിയത് അല്ലെ? കൾച്ചർ, അതിലാണ് സൂഫിസവും ഭക്തി മൂവ്മെന്റ് ഒക്കെ നോക്കി. ഇപ്പൊ ചാപ്റ്റർ 15 നമ്മൾ നോക്കാതെ വിട്ടത്. 15 എന്താണ്? നമ്മുടെ TMA ആണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് എടുത്ത് തരത്തില്ല എന്നല്ല. നമ്മൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ TMAയിൽ വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പൊ നമുക്ക് വീണ്ടും 16ാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസ്ലി പ്രഭു ആണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. ഒന്നാമത്തെ പോയിന്റ് പിടികിട്ടി. എന്താണ്? ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ എങ്ങനെയൊക്കെ അവരുടെ ഭരണം അടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും പയറ്റി. പല തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് കഴിയാവുന്നതിന്റെ അപ്പുറം കാര്യങ്ങൾ അവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതില് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി, നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടിയായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ സൈനിക സഹായ വ്യവസ്ഥ വഴി എന്താ ചെയ്യുന്നത്? നാട്ടുരാജ്യങ്ങളിൽ ആക്രമണം ഉണ്ടാവും അല്ലെ? നാട്ടുരാജ്യങ്ങളിൽ ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം രാജാക്കന്മാർ ഭരിക്കുന്ന സമയമല്ലേ. അപ്പോ ഈ ബ്രിട്ടീഷുകാർ അവർക്ക് എന്ത് കൊടുക്കും? സൈനിക സഹായം കൊടുക്കും. കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യില് വളരെ വെപ്പൺസ് അല്ലെ, ഷാർപ്പായിട്ടുള്ള വെപ്പൺസും അതുപോലെ തന്നെ യുദ്ധമുറകളും ഒക്കെ അവർക്ക് അറിയാം. അപ്പോ ഈ ഷാർപ്പായിട്ടുള്ള വെപ്പൺസ് ഒക്കെ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. നാട്ടുരാജ്യങ്ങളെ സഹായിക്കാറുണ്ട്. അവർ സഹായിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ യുദ്ധം വിജയിക്കും. ഓക്കെ, നമുക്കെല്ലാം കൊണ്ട് ഹാപ്പിയാണ്. പക്ഷേ ഭരണം മൊത്തം ആരുടെ കൈകളിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. മനസ്സിലായോ? അവരുടെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കുക, ഭരണം
അല്ലെങ്കിൽ അതിന്റെ ആധിപത്യം അല്ലെങ്കിൽ ഓട്ടോക്രസി എല്ലാം ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ആയിരുന്നു. ഇവിടെ നമുക്ക് ആർക്ക് പ്രാധാന്യം ഇല്ല? നാട്ടുരാജാക്കന്മാർക്ക് പ്രാധാന്യം ഇല്ലാതെ പോയി. അപ്പോ 1798 ഹൈദരാബാദിലെ നൈസാമാണ് ഈ ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. ഓർത്തു വെക്കുക, 1798 ഹൈദരാബാദിലെ നൈസാമാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അങ്ങനെ എന്താ ചെയ്തത്? ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ നാട്ടുരാജ്യങ്ങളെ സഹായിക്കുക ഒക്കെ ചെയ്യും, പക്ഷെ അധികാരം മൊത്തം ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. അങ്ങനെ ഒരു എന്താണ്, ബ്രിട്ടീഷുകാർക്ക് ആധിപത്യമുണ്ട്, നമ്മുടെ നാട്ടുരാജ്യങ്ങൾക്ക് എന്തില്ല? ഭരണത്തില് ഒരു പ്രാധാന്യം ഒരു പ്രാതിനിധ്യം ഒന്നും ഇല്ലാതിരുന്ന ഒരു ഭരണ വ്യവസ്ഥ. ഓക്കെ, അങ്ങനെ ഹൈദരാബാദിലെ നൈസാമാണ് 1789, ശ്രദ്ധിച്ചിരിക്കുക, 1789 ഹൈദരാബാദിലെ നൈസാമാണ് നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. അങ്ങനെ എന്തൊക്കെയാണ്? ഹൈദരാബാദ്, ഇൻഡോർ തുടങ്ങിയ മറ്റു രാജ്യങ്ങളെല്ലാം ആരുടെ പിടികളിലായി? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പിടികളിലായി. അപ്പം അവരാണ് എന്ത് ചെയ്യുന്നത്? ഫുൾ രാജ്യത്തിന്റെ അധികാരം മൊത്തം കൈയടക്കി വച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എന്ത് തന്നെ നഷ്ടപ്പെട്ടു? സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടു. നമുക്കറിയാം, നമ്മളെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അതായത് പല മേഖലകളിലും ഞങ്ങളെ ചൂഷണം ചെയ്തു, ഭിന്നിപ്പിച്ച് ഭരിക്കുക അല്ലെ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഹിന്ദു മുസ്ലിം ഐക്യത്തെ എന്ത് ചെയ്യുക? തകർത്തെറിയുക, വ്രണപ്പെടുത്തുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും എന്താണ് ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ എന്ത് ചെയ്യുക? ആധിപത്യം സ്ഥാപിക്കുക. അതിനായിട്ട് പല തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു കഥ പോലെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങളൊരു +2 കുട്ടികളാണ്, അപ്പോൾ അതിനനുസരിച്ച് ഒരു ഭയങ്കര ആധികാരികമായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങളുടേതായ രീതിയിൽ ഒരു കഥ പോലെ പഠിച്ചു വെക്കുക. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് വളരെ ഡെഫിനിഷൻ പോലെ ഒന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. എന്താണ് ആ ഒരു സംഭവം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥ? പേരിൽ തന്നെയുണ്ട്, സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ്. ഓക്കെ, ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും നമ്മുടെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തമ്മിലുണ്ടായ ഒരു ഉടമ്പടിയാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥ വഴി എന്താ ചെയ്തത്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധങ്ങളിൽ ആരെ സഹായിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തു? ബ്രിട്ടീഷുകാർ. കാരണം അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? വളരെ ഷാർപ്പായിട്ടുള്ളതും വളരെ കഴിവുറ്റപരമായ സൈന്യ തലവന്മാരുണ്ടായിരുന്നു, മിലിറ്ററി കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ വാഗ്ദാനത്തിൽ ആര് വീണു പോയി? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ വീണു പോവുകയും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ എന്ത് ചെയ്തു? കൊടുക്കുകയും ചെയ്തു. പക്ഷേ എല്ലാം ശരി തന്നെ, പക്ഷെ എന്താണ്? അധികാരം, ഭരണം അല്ലെ, നാട്ടുരാജ്യത്തിന്റെ ഭരണം ആർക്ക് കൊടുക്കണം? നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അപ്പൊ ഇത് നടക്കുന്ന കാര്യമാണോ? ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇത് പോസിബിൾ ആണ്. കാരണം എല്ലാം കൊടുത്തിട്ട് സിംഹാസനം ആർക്കില്ല? നാട്ടുരാജ്യത്തിന് ഇല്ല, അല്ലെ, ഭരണാധികാരികൾക്ക് ഇല്ല. അപ്പൊ ആ ഒരു വ്യവസ്ഥയാണ് എന്ന് വിളിക്കുന്നത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഒപ്പുവെച്ചത് 1789 അല്ലെ, 1789 ഹൈദരാബാദിലെ നൈസാമാണ് ഈ ഒരു സൈനിക വ്യവസ്ഥയിൽ എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. ഹൈദരാബാദ്, ഇൻഡോർ എന്നീ സ്ഥലങ്ങളെല്ലാം ആരുടെ കൈകളിലാകുന്നു? ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് ആവുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എന്ത് തന്നെ നഷ്ടപ്പെട്ടു? സ്വാതന്ത്ര്യം തന്നെ എന്ത് ചെയ്തു? നഷ്ടപ്പെടുകയും ചെയ്തു. പല ഭാഗങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ആകുകയും ചെയ്തു. ഇതാണ് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ആവർത്തന വിരസതയായിട്ട് തോന്നരുത്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ലോർഡ് വെല്ലസ്ലി ആണ് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. കാരണം എന്തായിരുന്നു? അതെ, എന്താണ്? അവർ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ യുദ്ധത്തില് പല സഹായങ്ങളും ആര് വാഗ്ദാനം ചെയ്തു? നമ്മുടെ ബ്രിട്ടീഷുകാര് വാഗ്ദാനം ചെയ്യുകയും ആഭ്യന്തര കലാപങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? കമ്പനി എന്ത് ചെയ്യാം? സംരക്ഷിക്കാം, കമ്പനി സംരക്ഷിക്കാം. എന്നാൽ എന്തുമാത്രം വേണം? നാട്ടുരാജ്യത്തിന്റെ ഫുൾ ഭരണം ആരുടെ കൈകളിലായിരിക്കണം? ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരിക്കണം എന്നാണ് ഇവർ എന്ത് ചെയ്തത്? പറഞ്ഞത്. ഓക്കെ, അത് എന്ത് ചെയ്തു? പല രാജാക്കന്മാരും അവരുടെ മോഹന വാഗ്ദാനങ്ങൾ എന്ത് ചെയ്തു? വീണുപോയി. അങ്ങനെ ഹൈദരാബാദിലെ നൈസാം 1789 സൈനിക സഹായ വ്യവസ്ഥയിൽ എന്ത് ചെയ്തു? ഒപ്പിട്ടു. ഓക്കെ, ഒപ്പിടുകയും എന്ത് ചെയ്തു? പല സംസ്ഥാനങ്ങളുടെ അധികാരവും അതുപോലെ പല നാട്ടുരാജ്യങ്ങളും ആരുടെ കൈകളിലാകുകയുണ്ടായി? ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ആകുകയും ചെയ്തു. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനോട് ഇതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ പേര് എന്താണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം. എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്? ഇത് കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. അപ്പോ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നത് സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടായിട്ട് ചോദിക്കാം. അപ്പൊ മാറിപ്പോത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ തന്നെ പഠിക്കാം. വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ. ഓക്കെ, ദത്തവകാശം കൊണ്ടുവന്ന ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് നമ്മുടെ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഈ നിയമം പാസ്സാക്കിയതിനനുസരിച്ച് ഇന്ത്യൻ ഭരണാധികാരി എന്താണ്? ഒരു പുരുഷ അനന്തരാവകാശി ഇല്ലാതെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇന്ത്യൻ നാട്ടുരാജ്യത്തിലെ ഒരു രാജാവിന് ഒരു പുരുഷ ഭരണാധികാരി ഇല്ലാതെ എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണ് വിചാരിച്ചോ. അതായത് മരണപ്പെടുകയാണെങ്കിൽ ആ രാജ്യത്തെ ആര് കണ്ടുകെട്ടും? ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു രാജാവിന് പുരുഷ ഭരണാധികാരി ഇല്ല, അതായത് രാജാവിന് ആരില്ല? മകനില്ലാതെ എന്ത് ചെയ്യാണ്? രാജാവ് മരിക്കുകയാണ്. ഓക്കെ, മരിക്കുന്ന സമയത്ത് ആ പ്രദേശം ഭരിക്കാനായിട്ട് ഇനി ആളില്ല. അപ്പൊ ആ പ്രദേശം ആരെടുക്കും? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്ന വ്യവസ്ഥയാണ് എന്ന് വിളിക്കുന്നത് ദത്തവകാശ നിരോധന നിയമം. അപ്പൊ അവന് മുമ്പ് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഈ നാട്ടുരാജ്യം ഭരിക്കാനായിട്ട് സ്വന്തം മകനോ അല്ലെങ്കിൽ സ്വന്തം ഭരണാധികാരിയോ ഇല്ലാതിരിക്കുമ്പോൾ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പറയുന്നുണ്ട് തന്റെ അനന്തരാവകാശിയായി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വ്യക്തിയെ, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് പിന്തുടർച്ച അവകാശി ഇല്ലെങ്കിൽ, അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം, എല്ലാം ഒന്ന് മാച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അതായത് ഞാനൊരു കിങ് ആണെങ്കിൽ എനിക്കൊരു ആൺ തലമുറ, പുരുഷ തലമുറ ഞാൻ എന്ത് ചെയ്യുന്നു? മരിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തോട്ട് ആരെ കൊണ്ടുവരാം? എന്റെ റിലേറ്റീവ്സ്, അല്ലെ എന്റെ ഒരു കുടുംബത്തില്, മറ്റൊരു കുടുംബത്തിൽ, അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മറ്റൊരു കുടുംബത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭരണാധികാരി അല്ലെങ്കിൽ എന്റെ ഒരു അനന്തരാവകാശിയായിട്ട് അനന്തരവനെയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ആരെടുത്തു മാറ്റി? ഡൽഹൌസി പ്രഭു ഈ ദത്തവകാശം, ഞാൻ ദത്തെടുക്കുകയാണ്, ഭരണത്തിൽ ഒരാളെ ദത്തെടുക്കുകയാണ്. ഈ ദത്തെടുക്കുന്നത് നമ്മുടെ ഡൽഹൌസി പ്രഭു നിരോധിക്കുകയുണ്ടായി. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദത്തവകാശ നിരോധന നിയമം. ഇത് നമുക്ക് ചരിത്രം പറയുന്നുണ്ട്. ദത്തവകാശ നിരോധന നിയമം വിഡ്രോ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു നിയമത്തെ വേണ്ടാന്ന് വെച്ചത് കാനിങ് പ്രഭു ആണ്. ഓക്കെ, അതൊരു ജസ്റ്റ് നിങ്ങൾ അറിവിലത്തേക്ക് പറഞ്ഞതാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഒരു ഭരണാധികാരി, ഒരു നാട്ടുരാജ്യ ഭരണാധികാരി തന്റെ അനന്തരാവകാശി ഇല്ലാതെ മരണപ്പെടുകയാണ്, പുരുഷ ഭരണാധികാരി ഇല്ലാതെ മരണപ്പെടുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു കുടുംബത്തിലെ, ഇവിടെ പറയുന്നുണ്ട് സ്വാഭാവിക പിന്തുടർച്ച അവകാശി ഇല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നുണ്ട്? അനന്തരാവകാശിയായിട്ട് എടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ എന്താവും? തന്റെ നാട്ടുരാജ്യം സംരക്ഷിച്ചു പോകും. പക്ഷെ ബ്രിട്ടീഷുകാർ പറഞ്ഞത് എന്താണ്? അങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ദത്തവകാശ നിരോധന നിയമം എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരിക, അല്ലെങ്കിൽ എടുത്തു മാറ്റിക്കണം. മനസ്സിലായി? ദത്തെടുക്കാൻ പാടില്ല, അതിനെ നിരോധിച്ചു. ദത്തവകാശം പാടില്ല. അങ്ങനെ ദത്തെടുക്കുന്ന അവകാശികൾക്ക് എന്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? രാജ്യഭരണം നൽകുവാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? ഡൽഹൌസി പ്രഭു പറയുകയും അതുപോലെ തന്നെ എന്താ ചെയ്യുന്ന? നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ആരുടെ കീഴിലേക്ക് ആക്കി. എന്നുവെച്ചാൽ അനന്തരാവകാശികളില്ലാതെ പെൺകുട്ടികളായിരിക്കും, മിക്കവർക്കും പെൺകുട്ടികളായിരിക്കും. അപ്പൊ ആൺകുട്ടികളില്ലാതെ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രാജ്യം ആരുടെ കൈകളിലാവുന്നു? നമ്മുടെ രാജാക്കന്മാർ അല്ലെങ്കിൽ മറ്റു ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കീഴിൽ ആകുന്നു. മനസ്സിലായോ? ഇതിനെയാണ് എന്ന് വിളിക്കുന്നത് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞു, ഡോക്ട്രിൻ ലോസ് കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി കുഞ്ഞുങ്ങൾ, അതായത് പുരുഷ ഭരണാധികാരി ഇല്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കുക, ഒരു പുരുഷ അനന്തരാവകാശി ഇല്ലാതെ മരണപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ എന്തിനോട് ചേർക്കണം? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണം. മനസ്സിലായോ? ഒരു ഭരണാധികാരി തന്റെ പുരുഷ ഭരണാധികാരി ഇല്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ ആ പ്രദേശത്തെ ബ്രിട്ടീഷ് ഭരണത്തോട് എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. അതല്ലാതെ മറ്റൊരു വ്യക്തിയെ ദത്തെടുക്കുന്ന ഏർപ്പാട് ചെയ്യാൻ പാടില്ല എന്ന് ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ദത്തവകാശ നിരോധന നിയമത്തിലൂടെ പല നാട്ടുരാജ്യങ്ങളെ ആരുടെ കീഴിലാക്കി? ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആക്കി. അങ്ങനെ അനേക ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ, ഒരു അനീതി തന്നെയായിരുന്നു അല്ലെ? ഒരു അനീതിയല്ലേ? കാരണം മനഃപൂർവ്വമാണോ ഈ ഭരണം നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് കൊടുത്തത്? അല്ല, അത് മനഃപൂർവ്വം അല്ല. അവർ അനീതിയിലൂടെ, ചതിയിലൂടെ എന്ത് ചെയ്യാണ്?
അവർ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അനീതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നതാണ് ദത്തവകാശ നിരോധന നിയമം. അങ്ങനെ സത്താറ, അതുപോലെ തന്നെ ഉദയപൂർ, അതുപോലെ ഝാൻസി, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങള് ഏറ്റെടുക്കേണ്ടായി, ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കേണ്ടായി. ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഏറ്റെടുക്കായിട്ട് വന്നു. അപ്പൊ ഒന്നുകൂടെ ഡോക്ട്രൈൻ ലാപ്സ് എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണ് കൊണ്ടുവന്നത്. അപ്പൊ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണ് കൊണ്ടുവന്നത്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ഡൽഹൌസി പ്രഭു. വെല്ലസ്ലി പ്രഭു ആണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭു ആണ്. ശ്രദ്ധിച്ചിരിക്കുക, പല ഡിസ്റ്റർബൻസുകളും ഉണ്ടാവും, എനിക്കറിയാം. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക, അതേ ശ്രദ്ധിക്കുക. അപ്പോ നമ്മുടെ പരിമിതികളാണ് അത്. നിങ്ങൾ എപ്പോഴും എന്റെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പരിമിതികളുടെ ഇടയിൽ നിന്നാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, പല ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകും, അതേ ക്ഷമിക്കുക. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു ആണ് എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭുവാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി തന്റെ അനന്തരാവകാശി, പുരുഷ അനന്തരാവകാശി ഇല്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ ആ ഭരണത്തെ ഏറ്റെടുക്കും? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുന്നുണ്ട്. ആ ഭരണത്തെ ഏറ്റെടുക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അനന്തരാവകാശി ഇല്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ ഏറ്റെടുക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുന്നുണ്ട്. ഒരു കിങ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ട്? സ്വാഭാവികമായിട്ട് പിന്തുടർച്ച അവകാശികൾ ഇല്ല എങ്കിൽ, ഒരു കിങ് മരിക്കുമ്പോൾ ഒരു പിന്തുടർച്ച അവകാശികൾ ഇല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ ദത്തെടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ല, ദത്തെടുക്കാൻ പാടില്ല. പകരം ആരെയാണ് എടുക്കാനുള്ളത്? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ആ രാജ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? കൈവശപ്പെടുത്താറുണ്ട്. മനസ്സിലായോ? അപ്പൊ ദത്തവകാശം പാടുണ്ടോ എന്നാണോ പറഞ്ഞത്? ദത്തവകാശത്തെ നിരോധിക്കുകയാണ് ആര് ചെയ്തത്? ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചെയ്തത്. അപ്പൊ ദത്തവകാശത്തെ നിരോധിക്കുകയാണ്. അപ്പൊ ആൺ തലമുറകൾ ഇല്ലാതെ ഒരു ഭരണാധികാരി മരിച്ചു പോയ, റിപ്പീറ്റേഷൻ പറയുകയാണ്, റെപ്പറ്റേഷൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? ഒരു ഭരണാധികാരി തന്റെ പുരുഷ ഭരണാധികാരി ഇല്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഭരണാധികാരികളെ എടുക്കുന്ന ഏർപ്പാട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? ദത്തെടുക്കാൻ പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ പറയുകയും അവർ ആ ദത്തിനെ നിരോധിക്കുകയും ചെയ്തു. അതിന് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ഡൽഹൌസി പ്രഭു. അങ്ങനെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ അനേകം നാട്ടുരാജ്യങ്ങളെയും അനേകം പ്രദേശങ്ങളും ആരുടെ കീഴിലാവുകയുണ്ടായി? നമ്മുടെ ആരുടെ കീഴിൽ? ബ്രിട്ടീഷുകാരുടെ കീഴിൽ ആകുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സത്താറ, ഉദയപൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ രാജ്യങ്ങളെല്ലാം ആരുടെ കീഴിലാകുന്നുണ്ട്? നമ്മുടെ ഭരണാധികാരികൾ, അതായത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കീഴിൽ ആവുകയുണ്ടായി. അപ്പൊ ഇതാണ് ഡോക്ട്രൈൻ ലാപ്സ്. അപ്പൊ സബ്സിഡറി അലയൻസും ഡോക്ട്രൈൻ ലാപ്സും നമ്മൾ 2 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തത്? നോക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡോക്ട്രൈൻ ലാപ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ശ്രദ്ധിച്ചിരിക്കുക. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവും നമ്മുടെ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി പ്രഭുവും. ശ്രദ്ധിച്ചിരിക്കുക, മാറിപ്പോകരുത് രണ്ടും തമ്മിൽ. ഓക്കെ, ഇനി എന്താണ് റൈറ്റ് ടു വാരി സിസ്റ്റം? എന്താണ് റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ വയലിന്റെ നികുതി നിശ്ചയിക്കുന്ന രീതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുന്നത്. വയലിന്റെ നികുതി നിശ്ചയിക്കും. വയല് അറിയാമല്ലോ, കൃഷിഭൂമിയുടെ നികുതി നിശ്ചയിക്കുന്ന രീതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ നിയമം അനുസരിച്ച് കർഷകരും ഗവൺമെന്റും തമ്മിലുള്ള ഒന്നാണ്. അപ്പൊ ഈ നിയമം ആരൊക്കെ തമ്മിലാണ്? കർഷകരും ഗവൺമെന്റും തമ്മിലുള്ള ഒന്നാണ് റൈറ്റ് ടു വാരി എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, കർഷകരും ഗവൺമെന്റും തമ്മിലുള്ള ഒന്നിനെയാണ് എന്ത് വിളിക്കുന്നത്? റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നിയമം അനുസരിച്ച് ഭൂമി വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള, പണയപ്പെടുത്താനുള്ള അധികാരം ആർക്ക് ലഭിക്കുകയാണ്? കർഷകർക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഭൂമി വിൽക്കാനും പണയപ്പെടുത്താനും ഒക്കെ ഉള്ള അധികാരം ആർക്ക് ലഭിച്ചു? കർഷകർക്ക് ലഭിച്ചു. അപ്പൊ കർഷകൻ ഭൂവുടമ ഒക്കെയാണ്, ശരി, എല്ലാം കിട്ടി, പണയപ്പെടുത്താനുള്ള അവകാശം കിട്ടി, വിൽക്കാനുള്ള അവകാശം കിട്ടി, ഒക്കെ ശരിയാണെങ്കിലും കർഷകന് എന്തില്ലായിരുന്നു? യഥാർത്ഥ അവകാശം ലഭിച്ചില്ല. അപ്പൊ കർഷകർക്ക് യഥാർത്ഥ എന്ത് കിട്ടിയില്ല? അവകാശം ലഭിച്ചില്ല. കാർഷിക ഗവൺമെന്റിന് കൊടുക്കേണ്ട നികുതി എന്തല്ല? ശാശ്വതവുമായിരുന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വയലിന്റെ നികുതി നിശ്ചയിക്കുന്ന രീതിയാണ് റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുന്നത്. വയലിന്റെ നികുതി നിശ്ചയിക്കുന്ന രീതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ നിയമം അനുസരിച്ച് കർഷകരും ഗവൺമെന്റും തമ്മിലുള്ള ഒന്നാണ്.
കർഷകരും ഗവൺമെന്റും തമ്മിലുള്ള ഒന്നാണ്. ഇതില് എന്താ സംഭവിച്ചത്? ഭൂമി വിൽക്കാനും പണയപ്പെടുത്താനും ഒക്കെ ഉള്ള അധികാരം ആർക്ക് ലഭിച്ചു? കർഷകർക്ക് ലഭിച്ചു. ഒക്കെ ശരിയാണ് അല്ലെ, ഭൂമി വിൽക്കാം, പണയപ്പെടുത്താം ഒക്കെ ലഭിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? കർഷകർ എന്താണ് യഥാർത്ഥ അവകാശം ആർക്ക് കിട്ടിയില്ല? കർഷകർക്ക് കിട്ടിയോ? ഇല്ല. ഒരു പേരിന് നാമമാത്രമായിട്ട് എന്താണ് നിൽക്കുക? അധികാരം മൊത്തം ആരുടെ കൈകളിലാണ്? ബ്രിട്ടീഷുകാരുടെ കൈകളിലാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. ഓക്കെ, പിന്നെ ഇത് ഗവൺമെന്റും കർഷകരും തമ്മിൽ പ്രത്യക്ഷ ബന്ധമുണ്ടായിരുന്നു, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇടനിലക്കാരായിട്ടുള്ള സെമീന്ദർമാരെ എന്ത് ചെയ്തിരുന്നു? ഒഴിവാക്കിയിരുന്നു. അപ്പൊ സെമീന്ദർമാർ, ഇതിന്റെ ഇടയിൽ സെമീന്ദർ നമുക്കറിയാം മണി ലെൻഡേഴ്സ്, കൊള്ള പലിശക്കാർക്ക് ഉണ്ടായിരുന്ന സമയമായിരുന്നു. പക്ഷെ ഇവിടെ ഈ റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ആര് വരാൻ പാടില്ല? സെമീന്ദാസന്മാർക്ക് പ്രാധാന്യം കൊടുത്തില്ല. ഇവിടെ ആരൊക്കെ തമ്മിലായിരുന്നു? കർഷകനും ഗവൺമെന്റും തമ്മിൽ മാത്രമായിരുന്നു ബന്ധം. ഓക്കെ, കർഷകരും ഗവൺമെന്റും തമ്മിൽ മാത്രമായിരുന്നു റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ബന്ധം. അവിടെ ആർക്ക് പ്രാധാന്യമില്ലായിരുന്നു? സെമീന്ദാസിന് പ്രാധാന്യം ഇല്ലായിരുന്നു. ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത പോയിന്റ് എന്തായിരുന്നു? കർഷകരിൽ നിന്ന് നികുതി പിരിക്കുന്ന ചുമതല ആർക്കായിരുന്നു? റവന്യൂ ഉദ്യോഗസ്ഥർക്കായിരുന്നു. അപ്പോ പണ്ടൊക്കെ അറിയാം, നികുതി കൊടുത്തില്ലെങ്കിൽ ചെന്ന് അറ്റാക്ക് ചെയ്ത് ഉപദ്രവിച്ച് എന്ത് ചെയ്യും? മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ സെമീന്ദാസ് നികുതി പിരിക്കും. ഇവിടെ ആർക്ക് പ്രാധാന്യം ഇല്ല? സെമീന്ദാസിന് പ്രാധാന്യം ഉണ്ടോ? ഇല്ല. അവിടെ ആരാണ് നികുതി പിരിക്കുന്നത്? റവന്യൂ ഉദ്യോഗസ്ഥരായിരുന്നു എന്ത്? നികുതി പിരിച്ചിരുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർക്കായിരുന്നു നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, കർഷകരും ഗവൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു ഏത് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്? റൈറ്റ് ടു വാരി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. നികുതി പിരിക്കുന്നത് ആരായിരുന്നു? റവന്യൂ ഉദ്യോഗസ്ഥരായിരുന്നു നികുതി പിരിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർക്കായിരുന്നു നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നത്. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ഠത. ഒരു നിലത്തിന്റെ ഫലഭൂഷ്ഠത, വിസ്തീർണം, ഇതെല്ലാം എന്താണ് മനസ്സിലാക്കിയിട്ടാണ് ടാക്സ് നിശ്ചയിച്ചിരുന്നത്. അപ്പോ ഏതൊരു കാര്യത്തിൽ ഇവിടെ എന്താ പറയുന്നത്? ഒരു സ്ഥലത്തിന്റെ ഫലഭൂഷ്ഠത, അതെന്താ നമുക്കറിയാം, ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണോ, വിസ്തീർണം, ഇതൊക്കെ നോക്കിയിട്ടാണ് ടാക്സ് നിശ്ചയിച്ചിരുന്നത്. ഇത് നല്ല ഫലഭൂഷ്ഠമുള്ള സ്ഥലമാണ്, നല്ലതായിട്ട് വിളവ് ഉണ്ടാകുന്നുണ്ട് അല്ലെ, ക്രോപ്പ് കൾട്ടിവേഷൻ നല്ലതായിട്ട് ഉണ്ട് എങ്കിൽ അവിടെ എന്താണ് കുറച്ചുകൂടെ ഉയർന്ന നികുതി അവിടെ എന്ത് ചെയ്യും? ഈടാക്കും. അങ്ങനെയുള്ള വിസ്തീർണം അതുപോലെ ഫലഭൂഷ്ഠത ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? നികുതി അല്ലെങ്കിൽ ടാക്സ് നിശ്ചയിച്ചിരുന്നത്. പിന്നെ ഇതൊക്കെയാണെങ്കിലും യഥാർത്ഥ ഉടമസ്ഥാവകാശം ആർക്ക് ലഭിച്ചില്ല? കർഷകർക്ക് ലഭിച്ചില്ല. ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്ന ടാക്സ് ആർക്ക് കൊടുക്കാൻ കഴിയാതെ വന്നു? കർഷകർക്ക് ഭാരിച്ചതായിരുന്നു. അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടാക്സ് ആണ് ഇവർക്ക് ഏർപ്പെടുത്തിയിരുന്നത്. കർഷകരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. അപ്പൊ കർഷകരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ദുരിതപൂർണ്ണം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, റൈറ്റ് ടു വാരി സിസ്റ്റം സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, അതനുസരിച്ച് പഠിക്കുക. റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? വയലിന്റെ നികുതി നിശ്ചയിക്കുന്ന രീതിയെയാണ് എന്ത് വിളിക്കുന്നത്? റൈറ്റ് ടു വാരി സിസ്റ്റം. ഈ റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ആരൊക്കെ തമ്മിലാണ് ബന്ധം? കർഷകനും ഗവൺമെന്റും തമ്മിലാണ് റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ബന്ധമുള്ളത്. ആരൊക്കെ തമ്മിലാണ്? കർഷകനും ഗവൺമെന്റും തമ്മിലാണ് റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ബന്ധമുള്ളത്. അപ്പൊ ഇതനുസരിച്ച് എന്താണ്? കൃഷിഭൂമി വിൽക്കാനും പണയപ്പെടുത്താനുള്ള അധികാരം ആർക്ക് ലഭിച്ചു? കർഷകന് ലഭിച്ചു. അപ്പൊ കൃഷിഭൂമി വിൽക്കാനും പണയപ്പെടുത്താനുള്ള അവകാശം കർഷകർ ലഭിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? യഥാർത്ഥ ഉടമസ്ഥാവകാശം ആർക്കില്ല? പേരിന് മാത്രം അല്ലെ. ഉടമസ്ഥാവകാശം ആരുടെ കൈകളിലാണ്? ഗവൺമെന്റിന്റെ കൈകളിലാണ്. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥ അവകാശം ആർക്ക് ലഭിച്ചില്ല? കർഷകന് ലഭിച്ചില്ല. ഫുൾ ഉടമസ്ഥാവകാശം ആർക്കാണ്? നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു. ഭൂ ഉടമയായിരുന്നെങ്കിലും യഥാർത്ഥ അവകാശം, ഒരുപാട് സ്ഥലങ്ങളും നിലങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അവകാശം ആർക്ക് തന്നെയായിരുന്നു? നമ്മുടെ ഗവൺമെന്റിനായിരുന്നു. പിന്നെ കർഷകർ ഗവൺമെന്റിന് കൊടുക്കേണ്ട നികുതി എന്തായിരുന്നു? ശാശ്വതമായിരുന്നു. കാരണം ഒരു ദിവസം കുറച്ച് കൂടിയ നികുതി വാങ്ങും, അടുത്ത ദിവസം കുറച്ചുകൂടെ അതിനേക്കാൾ ഇരട്ടി, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേബിൾ ആയിരുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഭൂനികുതി എന്തല്ലായിരുന്നു? ശാശ്വതമായിരുന്നില്ല. ശാശ്വതം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കൃത്യമായിട്ടുള്ള ഒരു ടാക്സ് അവരല്ല, പലതരത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന ടാക്സ് സമ്പ്രദായമായിരുന്നു അവിടെ നടപ്പിലാക്കിയിരുന്നത്. പിന്നെ എന്താ പറഞ്ഞിരുന്നത്? ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സെമീന്ദാസ് ഇവിടെ ഇല്ലായിരുന്നു അല്ലെ. കർഷകനും ഗവൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അവിടെ ആരെ മാറ്റിക്കളഞ്ഞു? സെമീന്ദാസിന്റെ ശല്യമില്ല. സെമീന്ദാർമാർ വന്ന് നികുതി അടച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക അല്ലെ, അങ്ങനെയുള്ള കൊള്ളപ്പലിശക്കാരെ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സിന്റെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. ഇവിടെ ആര് മാത്രമാണ് ഉണ്ടായിരുന്നത്? ഗവൺമെന്റും അതുപോലെ തന്നെ എന്താണ്? കർഷകരും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ടാക്സ് ഉണ്ട്. ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? റവന്യൂ ഉദ്യോഗസ്ഥർക്കായിരുന്നു ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള
അധികാരം ഉണ്ടായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥർക്ക്. റവന്യൂ ഉദ്യോഗസ്ഥരാണ് എന്ത് നമ്മുടെ കൃഷിക്കാരിൽ നിന്ന് എന്ത് വാങ്ങുന്നത്? ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. എങ്ങനെയാണ് ടാക്സ് ഈടാക്കിയിരുന്നത്? വിസ്തീർണം, ഫലപുഷ്ടത ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ടാക്സ് ഈടാക്കിയിരുന്നത്. വിസ്തീർണത്തിന്റെയും ഫലപുഷ്ടതയുടെ അടിസ്ഥാനത്തിലാണ് ടാക്സ് ഈടാക്കിയിരുന്നത്. നിശ്ചയിച്ചിരുന്ന നികുതി നിരക്ക് എങ്ങനെയായിരുന്നു? ഹ്യൂജ് ആയിരുന്നു അല്ലെ? നിശ്ചയിച്ചിരുന്ന നികുതി നിരക്ക് വളരെ ഹ്യൂജ് ആയിരുന്നു, ഭാരിച്ചതായിരുന്നു. കർഷകർക്ക് ഭാരിച്ച നികുതി കൊടുക്കണമായിരുന്നു. കർഷകരുടെ ജീവിതം എങ്ങനെയായിരുന്നു? വളരെ ദുരിതപൂർണമായിരുന്നു. അപ്പൊ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുക. 3 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയല്ലേ? സബ്സിഡറി അലയൻസ്, ഡോക്ടറൽ ലാബ്സ്. ഇപ്പൊ നമ്മൾ നോക്കിയത് റൈറ്റ് ടു വാരി സിസ്റ്റം. റൈറ്റ് ടു വാരി സിസ്റ്റം എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞു തരാം. റൈറ്റ് ടു വാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? വയലിന്റെ നികുതി നിശ്ചയിക്കുന്ന രീതി. എന്റെ കൂടെ നിങ്ങൾ പറയുമ്പോൾ പഠിക്കും അല്ലെ? ഇതൊരു പാട്ട് പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ വയലിന്റെ നികുതി നിശ്ചയിക്കുന്ന രീതിയാണ് റൈറ്റ് ടു വാരി സിസ്റ്റം. ഒരു കഥ പോലെ മനസ്സിലാക്കി വെക്കുക. കർഷകനും ഗവൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അവിടെ സെമീൻദാസ് ഉണ്ടായിരുന്നോ? ഇല്ല, സെമീൻദാസ് ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് കൃഷിസ്ഥലം വിൽക്കാനും പണയപ്പെടുത്താനുള്ള ഒക്കെ അവകാശം ലഭിച്ചു അല്ലെ? എല്ലാത്തിന്റെ അവകാശം ലഭിച്ചു. പക്ഷേ ഉടമസ്ഥ അവകാശം, അധികാരം ആരുടെ കൈകളിലായിരുന്നു? ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു. പേരിന് മാത്രം ആരുണ്ട്? കർഷകനുണ്ട്. പേരിന് മാത്രം കർഷകൻ. യഥാർത്ഥ ഉടമസ്ഥ അവകാശം ആർക്കായിരുന്നു? ഗവൺമെന്റിന്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആയിരുന്നു അല്ലെ? പിന്നെ സെമീൻദാസ് ഇല്ല. അതുകൊണ്ട് ഇവിടെ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരായിരുന്നു? റവന്യൂ ഉദ്യോഗസ്ഥരായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? കൃഷിഭൂമിയുടെ വിസ്തീർണം, ഫലപുഷ്ടത എന്നിവ നോക്കിയിട്ടാണ് എന്ത് നിശ്ചയിച്ചിരുന്നത്? ടാക്സ് നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെമീൻദാസിന്റെ എന്തില്ല? ശല്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? പക്ഷെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് എന്ത് കൊടുക്കണമായിരുന്നു? ടാക്സ് കൊടുക്കണമായിരുന്നു. ഹ്യൂജ് ആയിട്ടുള്ള നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ടാക്സ് എന്തായിരുന്നില്ല? ശാശ്വതമായിരുന്നില്ല. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു എമൗണ്ട് ഇവിടെ പറഞ്ഞിട്ട് ശാശ്വതമായിരുന്നില്ല. പിന്നെ ഹ്യൂജ് ആയിട്ടുള്ള എന്ത് കൊടുക്കണമായിരുന്നു? ഒരു ടാക്സ് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അവസ്ഥ വളരെ എന്തായിരുന്നു? ദുരിതപൂർണമായിരുന്നു. 3 ക്വസ്റ്റ്യൻ ഈ പാഠത്തിൽ എല്ലാ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പാഠമാണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാമിന് മിക്കവാറും ഇതിനകത്ത് നിന്ന് ഒരു 5 ക്വസ്റ്റ്യനോളം പ്രതീക്ഷിക്കാം അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠമാണ്. അപ്പൊ 3 ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അതിൽ തന്നെയുണ്ട് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ? പെർമനന്റ് സെറ്റിൽമെന്റ് ശ്രദ്ധിച്ചിരിക്കുക. പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത് ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. എപ്പോഴാണ്? 1793 കോൺവാലിസ് പ്രഭു ആണ് പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. പേരിൽ തന്നെ ഉണ്ടല്ലോ, പെർമനന്റ് ആണ് അല്ലെ? പെർമനന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർമനന്റ്. ഇനി പെർമനന്റ് ആണോ ടെമ്പററി ആണോ നമ്മൾ ചോദിക്കും. പെർമനന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥിരമാണ്, സ്ഥിരം, ശാശ്വതമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭൂനികുതി വ്യവസ്ഥ എവിടെ കൊണ്ടുവന്നു? നമ്മുടെ എന്താണ് ബ്രിട്ടീഷുകാർ എവിടെ കൊണ്ടുവന്നു? നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? പെർമനന്റ് സെറ്റിൽമെന്റ്. കൊണ്ടുവന്നത് ആരാണ്? കോൺവാലിസ് പ്രഭു, ലോർഡ് കോൺവാലിസ് ആണ് എന്ത് കൊണ്ടുവന്നത്? പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടു. ശ്രദ്ധിച്ചിരിക്കുക, പേരുകൾ ഒത്തിരി വന്നല്ലേ? സൈനിക സഹായ വ്യവസ്ഥയിൽ വന്ന ആരാണ്? വെല്ലസ്ലി പ്രഭു. ദത്തവകാശത്തിൽ ആരാ വന്നത്? നമ്മുടെ ഡൽഹൌസി പ്രഭു. ഇവിടെ വീണ്ടും പെർമനന്റ് സെറ്റിൽമെന്റിൽ ആരാ വന്നത്? കോൺവാലിസ്. പേര് മാറിപ്പോവരുത്. വെല്ലസ്ലി പ്രഭു, ഡൽഹൌസി പ്രഭു, കോൺവാലിസ് പ്രഭു. അങ്ങനെ 3 പ്രഭുക്കന്മാരെ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ആരൊക്കെയാണെന്ന് ഷഫിൾ ചെയ്തൊക്കെ ചോദിക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ആരാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ആരാണ്? കോൺവാലിസ് പ്രഭു. ആരാ കൊണ്ടുവന്നത്? കോൺവാലിസ് പ്രഭു ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. പേരിൽ തന്നെയുണ്ട്, ശാശ്വതമാണ് അല്ലെ? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നു. എവിടെ? നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. എവിടേക്കാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിലാണ് എന്ത് ഏർപ്പെടുത്തിയത്? നമ്മുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിൽ. ഇവിടെ എന്താ പറഞ്ഞത്? ജമീന്ദാർമാർ ഭൂ ഉടമകളായി. നമ്മൾ നേരത്തെ പഠിച്ച റൈറ്റ് ടു വാരിയിൽ ആർക്ക് പ്രാധാന്യമില്ല? ജമീന്ദാർമാർക്ക് പ്രാധാന്യമില്ല. പകരം ആർക്കായിരുന്നു? ഗവൺമെന്റിനാണ് പ്രാധാന്യം. നമ്മൾ പഠിച്ചു. ഇവിടെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ്. ഇവിടെ ആർക്കാണ് പ്രാധാന്യം? ജമീന്ദാർമാർ എന്തായി മാറുന്നു? ഭൂ ഉടമകളായിട്ട് മാറുകയാണ്. ജമീന്ദാർമാർ ആരായിട്ട് മാറുന്നു? ഭൂ ഉടമകളായിട്ട് മാറുന്നു. അവരുടെ കീഴിലുള്ള ഭൂപ്രദേശം വിൽക്കാനും പണയപ്പെടുത്താനും ഒക്കെ ഉള്ള അധികാരം ആർക്കാണ് ലഭിച്ചത്? ജമീന്ദാർമാർക്കാണ്. മനസ്സിലായി? ഇപ്പൊ എന്ത് ഒരു സ്ഥലം ആയാലും ഏതൊരു കാര്യമായാലും വിൽക്കാനും പണയപ്പെടുത്താനുള്ള അവകാശം ആർക്ക് ലഭിച്ചു? ജമീന്ദാർമാർക്ക്
ലഭിച്ചു. കൂടാതെ കർഷകർ കേവലം ഒരു കുടിയാന്മാരായിട്ട് മാറുകയാണ്. അപ്പൊ പെസൻസിന്റെ ജീവിതം വളരെ എന്താണ് ദുരിതപൂർണമായിരുന്നു അല്ലെ. അപ്പൊ അവർക്ക് സ്റ്റാർവേഷനും കാര്യങ്ങളൊക്കെ വന്നു, പട്ടിണി ക്ഷാമം ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉടലെടുക്കണം. അപ്പൊ കർഷകരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? വളരെ കേവലം ഒരു കുടിയാന്മാരായിട്ട് മാറുകയാണ്. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം എവിടെ ഉണ്ടായിരുന്നു? റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നേരെ തിരിച്ച് പെർമനന്റിൽ വന്നപ്പോൾ കൃഷിഭൂമിയുടെ അവസ്ഥകളെല്ലാം ഉടമസ്ഥാവകാശം എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ കർഷകർ എന്തായി മാറുന്നു? അടിമകളായിട്ട് മാറുകയാണ്. അടിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ ചാടിക്കളിക്കട കുട്ടിരാമ, ആടിക്കളിക്കട കുട്ടിരാമ എന്ന് പറയുന്നത് പോലെ ഇവർ പറയുന്നതനുസരിച്ച് ഈ കർഷകർ എന്ത് ചെയ്യേണ്ടി വന്നു? ജീവിതം ക്രമപ്പെടുത്തേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇവർക്ക് വയലിൽ പണിയെടുക്കുന്നതൊക്കെ ആരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു? ജമീന്ദാർമാർ പറയുന്നത് പോലെ. അപ്പൊ അവരുടെ ജമീന്ദാർമാരുടെ അടിമകളായിട്ട് ആര് മാറുകയാണ്? നമ്മുടെ ഇവിടുത്തെ കർഷകർ എന്ത് ചെയ്യുന്നു? മാറുന്നുണ്ട്. പിന്നെ കർഷകർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? യാതൊരു തന്നെ ഗുണവും ഇല്ല. എന്തില്? പെർമനന്റ് സെറ്റിൽമെന്റിൽ ഇല്ല. അപ്പൊ കോൺവാലിസ് പ്രഭു എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? പെർമനന്റ് സെറ്റിൽമെന്റിൽ ഇവിടെ ബീഹാർ, ഒറീസ, അതുപോലെ തന്നെ ബംഗാൾ എന്നീ സ്ഥലങ്ങളിലാണ് എന്ത് ഏർപ്പെടുത്തിയത്? പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. പിന്നെ എന്താണ്? ഒരു നിശ്ചിത തുക ജമീന്ദാർമാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാവപ്പെട്ട കർഷകരിൽ നിന്ന് ഈടാക്കി ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം അല്ലെ. ഇത് കൊടുക്കാത്ത പക്ഷം ഇവരുടെ എന്താണ്, ഈ ജമീന്ദാർമാർ വന്ന് ഇവരുടെ ഭൂമി എന്ത് ചെയ്യുന്നത്? കണ്ടുകെട്ടുകയും അവരെ എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർമനന്റ് സെറ്റിൽമെന്റ് 1793. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ 1793 എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം അല്ലെ. 1793 പെർമനന്റ് സെറ്റിൽമെന്റ് ആരാണ് കൊണ്ടുവന്നത്? കോൺവാലിസ് പ്രഭു ആണ് കൊണ്ടുവന്നത്. അപ്പൊ കോൺവാലിസ് പ്രഭു ആണ് 1793 നമ്മുടെ എന്ത് കൊണ്ടുവന്നത്? കോൺവാലിസ് പ്രഭു ആണ് 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് എവിടേക്കാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. അപ്പൊ അവരുടെ കീഴിലുള്ള പ്രദേശങ്ങളുടെ ഫുൾ അവകാശം ആർക്കായി? ജമീന്ദാർമാർക്കായി. അപ്പൊ ഫുൾ അവകാശം ആർക്കായി മാറുന്നു? ജമീന്ദാർമാർക്കായിരുന്നു. അപ്പൊ ജമീന്ദാർമാർക്ക് ഇവരുടെ കൃഷിഭൂമി എന്ത് ചെയ്യാൻ പറ്റുന്നു? വിൽക്കാനും പണയപ്പെടുത്താനും ഉള്ള അവകാശം എല്ലാം ആർക്ക് കിട്ടുന്നുണ്ട്? ജമീന്ദാർമാർക്ക് കിട്ടി. പകരം ആരടിമകളായിട്ട് മാറുകയാണ്? കർഷകര് അടിമകളായിട്ട് മാറുന്നു. കർഷകർ എന്തായി മാറുന്നുണ്ട്? അടിമകളായിട്ട് മാറുന്ന അവസ്ഥ വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കർഷകരുടെ അവസ്ഥ വളരെ എന്തായിരുന്നു? ദുരിതപൂർണമായിരുന്നു. ജമീന്ദാർമാർ വന്ന് എന്ത് ചെയ്യും? ഇവരിൽ നിന്ന് ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്യുകയും, ഹ്യൂജ് ടാക്സ് കളക്ട് ചെയ്തതിനു ശേഷം ഇത് ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ, അടയ്ക്കാതെ വരികയാണെങ്കിൽ അവരുടെ കൃഷിഭൂമിയെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുകെട്ടുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റിൽ വന്നപ്പോൾ കർഷകരുടെ അവസ്ഥ വളരെ എന്തായി മാറുന്നു? ദയനീയമായിട്ടുള്ള അവസ്ഥ. ശ്രദ്ധിച്ചിരിക്കുക, റൈറ്റ് വാരിയിൽ ഒരു അല്പമെങ്കിലും അവർക്ക് ഉടമസ്ഥ അവകാശം ഇല്ലെങ്കിലും അവകാശം ഉണ്ടായിരുന്നു അല്ലെ. അവരുടെ ഭൂമി വിൽക്കാനും പണയം വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, വളരെ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഇല്ലായിരുന്നു അല്ലെ റൈറ്റ് വാരിയിൽ. പക്ഷെ നേരെ പെർമനന്റ് സെറ്റിൽമെന്റിൽ വന്നപ്പോൾ അവകാശങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് നഷ്ടപ്പെടുകയും അടിമകളായിട്ട് മാറുകയും കുടിയാന്മാരായിട്ട് ആര് മാറുകയാണ്? കർഷകര് മാറുന്ന അവസ്ഥ. ശ്രദ്ധിച്ചിരിക്കുക, ഒന്നുകൂടെ പറഞ്ഞു തരുന്നുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കോൺവാലിസ് പ്രഭു ആണ് എന്ത് കൊണ്ടുവന്നത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. എവിടെയൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചിരിക്കാം, അവരുടെ കീഴിലുള്ള ഭൂപ്രദേശങ്ങളുടെ അവകാശം എല്ലാം ആർക്കായി മാറുന്നു? ജമീന്ദാർമാർക്ക് അല്ലെങ്കിൽ ജമീന്ദാർമാർക്ക്. രണ്ടും പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ ജമീന്ദാർമാർക്ക് എന്ത് കിട്ടുന്നു? ഭൂവുടമ അവകാശം ഒക്കെ കിട്ടുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞു എന്താണ്? ഭൂവുടമ അവകാശം ആർക്ക് കിട്ടി? നമ്മുടെ കോൺവാലിസിന് കിട്ടുകയും, കൂടാതെ കർഷകർ ആരായി മാറുന്നു? കേവലം കുടിയാന്മാരായിട്ട് മാറുന്നു. കർഷകർ എന്തായി മാറുന്നു? കേവലം കുടിയാന്മാരായിട്ട് മാറുകയും അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു അല്ലെ. ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടാക്സ് ജമീന്ദാർമാർ അവരിൽ നിന്ന് എന്ത് ചെയ്തു? ഈടാക്കി. ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് ജമീന്ദാർമാർ എന്ത് ചെയ്യുന്നു? കർഷകരിൽ നിന്ന് ഈടാക്കുകയും എന്താണ്, അത് അടയ്ക്കാത്ത പക്ഷം ഭൂമി അല്ലെങ്കിൽ കൃഷിഭൂമി എന്ത് ചെയ്തു? കണ്ടുകെട്ടുകയും ചെയ്തു. കണ്ടുകിട്ടുക അല്ല, കണ്ടുകെട്ടുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ രണ്ട് സിസ്റ്റം തമ്മിൽ മാറിപ്പോയത്. റൈറ്റ് വാരിയില് കർഷകർക്ക് അവകാശം ഉണ്ടായിരുന്നു. നേരെ പെർമനന്റിൽ എത്തിയപ്പോൾ അവകാശം മൊത്തം എന്ത് ചെയ്തു? അപ്പാടെ തകിടം മറിഞ്ഞു. അവിടെ ആർക്കാണ്? ജമീന്ദാർമാർക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ചാപ്റ്റർ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, കാരണം അത്രയ്ക്ക് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ, രണ്ടാമത്തേത് ഏതാണ്? ദത്തവകാശ നിരോധന നിയമം, മൂന്നാമത്തത് റൈറ്റ് വാരി സിസ്റ്റം, നാലാമത്തത് പെർമനന്റ് സെറ്റിൽമെന്റ്. അപ്പൊ 4 ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോസസ് ആൻഡ് റിസൾട്ട് ഓഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി. അറിയാം,
പ്ലാസി യുദ്ധം അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്റെ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സിൽ നിങ്ങൾ മിടുക്കരാണെന്ന് അറിയാം, എന്നാലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. എക്സാമിന് സൂപ്പറായിട്ട് എഴുതണമെങ്കിൽ നമുക്കൊരു കഥ പോലെ പഠിച്ചു വെക്കാനുള്ള ഒന്നാണ് പ്ലാസി യുദ്ധം. വളരെ വലുതാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ പഠിക്കുന്നു ഒരു കഥ, നിങ്ങൾ എന്താണോ ഒരു കഥ അതുപോലെ ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പ്ലാസി യുദ്ധം ശ്രദ്ധിച്ചിരിക്കുക. വർഷം എന്നാണ് 1757. ശ്രദ്ധിച്ചിരിക്കാം. അങ്ങനെ പറയുവാണെങ്കിൽ 1757 ഒന്നുമല്ല, 1757 പ്ലാസി യുദ്ധം എന്ത് ചെയ്തത് നടന്നത്. അപ്പൊ പ്ലാസി യുദ്ധം എപ്പോഴാണ് നടന്നത്? 1757 പ്ലാസി യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിച്ച, അതായത് ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഒരു യുദ്ധം എന്ന് പറയാൻ ഏതിനെ പറയും? നമ്മുടെ ആരെ പറയാം? ബ്രിട്ടീഷുകാരുടെ ഈ പ്ലാസി യുദ്ധത്തെ പറയാം. അപ്പൊ ഈ ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ തൊട്ടു എന്നൊക്കെ പറയില്ലേ, ഇന്ത്യൻ മണ്ണിൽ തൊട്ടു, അവിടെ ആധിപത്യം അടിയുറച്ചു. ആണി അടിച്ചതുപോലെ അവരിവിടെ അള്ളിപ്പിടിച്ചത് ഏത് യുദ്ധത്തോടു കൂടിയാണ്? നമ്മുടെ പ്ലാസി യുദ്ധത്തിലൂടെയാണ്. 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്തത്? അടിയുറച്ചത്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? പ്ലാസി യുദ്ധം സമ്പന്നവും ഫലപുഷ്ടമായ ബംഗാൾ ആയിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം ഏതാണ്? ബംഗാളാണ്. എന്ന് വെച്ചാൽ ബംഗാള് പറയാൻ കാരണം എന്തെന്നറിയാമോ? ബംഗാൾ എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു ബംഗാൾ. അപ്പൊ അവിടെ തന്നെ രാഷ്ട്രീയാധിപത്യം തുടക്കം കുറിക്കണമെന്ന് ആരാഗ്രഹിച്ചു? നമ്മുടെ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. കാരണം അവർക്ക് അവരുടെ അധികാരം ഒന്ന് ഉറപ്പിക്കാൻ പറ്റിയ സ്ഥലമായിട്ട് അവർ ഏതിനെ കണ്ടു? ബംഗാളിനെ കണ്ടു. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ 1757 പ്ലാസി യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം എന്ന് പറയാം അല്ലെ? ശ്രദ്ധിച്ചിരിക്കാം, അങ്ങോട്ട് വഴിയെ നമുക്ക് കഥയുണ്ട്. അപ്പൊ പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന് തുടക്കം കുറിച്ച്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന് ഒരു അടിത്തറ പാകിയത് നമ്മളെ പ്ലാസി യുദ്ധത്തിൽ കൂടെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുന്നത്? പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ സമ്പന്നവും ഫലപുഷ്ടമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ബംഗാൾ. സമ്പന്നവും ഫലപുഷ്ടമായ സ്ഥലമായിരുന്നു ബംഗാൾ. അവർക്ക് അവരുടെ അധികാരം അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസ് ആയിരുന്നു ബംഗാൾ. സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും നല്ല സ്രോതസ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബംഗാളിനെ എളുപ്പത്തിൽ തന്നെ അവർ എന്ത് ചെയ്യുകയാണ്? കൈയടക്കുകയാണ്. അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണ് ശ്രദ്ധിക്കാം. ഈ ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ കൈവശപ്പെടുത്തിയാൽ മറ്റു പ്രദേശങ്ങളും കൈയടക്കാൻ പറ്റും എന്നൊരു മോഹം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഇവരുടെ ഇടയിലേക്ക് വരികയാണ്. കാരണം ബംഗാൾ പിടിച്ചെടുക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. 1757 ബംഗാളിലെ നവാബായിരുന്നു, അല്ലെങ്കിൽ ബംഗാളിലെ രാജാവായിരുന്നു ആര്? സിറാജ് ഉദ്ദൗള. ശ്രദ്ധിച്ചിരിക്കുക. സിറാജ് ഉദ്ദൗള എന്തായിരുന്നു? ബംഗാളിലെ നവാബായിരുന്നു. അപ്പൊ ഈ സിറാജ് ഉദ്ദൗളയും ഈ കമ്പനി, അതായത് ഇനി ഞാൻ കമ്പനി എന്ന് പറയുന്നത് ആരാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ. ശ്രദ്ധിക്കുക, കമ്പനിയും ഈ സിറാജ് ഉദ്ദൗളയും ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല? ചേർന്ന് പോകുന്നില്ല. കാരണം എപ്പോഴും ഭിന്നിപ്പാണ്. കാരണം കമ്പനിയുടെ കുറെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ആരനുവദിച്ചില്ല, അല്ലെങ്കിൽ ആരാഗ്രഹിച്ചില്ല? സിറാജ് ഉദ്ദൗള ഒരിക്കലും എന്ത് ചെയ്തില്ല? ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ അത് അനുമതി കൊടുത്തില്ല. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായിട്ട് ആര് മാറുകയാണ്? സിറാജ് ഉദ്ദൗള മാറുകയാണ്. അപ്പൊ സിറാജ് ഉദ്ദൗളയും നമ്മുടെ എവിടത്തെയാണ്? ബംഗാളിലെ നവാബായ നമ്മുടെ സിറാജ് ഉദ്ദൗളയും നമ്മുടെ ബ്രിട്ടീഷുകാരും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഒരു കാരണവശാലും ഒത്തുപോകുന്നില്ല. കാരണം ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? സിറാജ് ഉദ്ദൗളയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ബദ്ധശത്രുവായിട്ട് ആര് മാറുകയാണ്? സിറാജ് ഉദ്ദൗള മാറുകയാണ്. അപ്പൊ പ്ലാസി യുദ്ധത്തിന്റെ ഒന്നാമത്തെ കാരണം മനസ്സിലായോ? ഓക്കെ, ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുമ്പോൾ കൽക്കത്തയ്ക്ക് ചുറ്റും, അല്ലെങ്കിൽ കൊൽക്കട്ട അല്ലെ, നമ്മൾ പറയുന്നു കൽക്കത്തയ്ക്ക് ചുറ്റും എന്ത് ചെയ്യുകയാണ്? ഒരു കോട്ട നിർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ ആഗ്രഹിച്ചു. ആര്? ബ്രിട്ടീഷുകാർ ഒരു കോട്ട നിർമ്മിക്കാൻ തുടങ്ങി. ഇത് ആരെ ശുഭിതനാക്കി? സിറാജ് ഉദ്ദൗളയെ ശുഭിതനാക്കി. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഇത്ര ഒന്നുകൂടെ വന്നേ. സിറാജ് ഉദ്ദൗള എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബ്രിട്ടീഷുകാരും സിറാജ് ഉദ്ദൗളയും തമ്മിൽ എന്ത് ചെയ്യാതെ വന്നു? ചേരാതെ. അതായത് 1757 നമ്മുടെ പ്ലാസി യുദ്ധത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. പെട്ടെന്ന് ഉണ്ടാവാൻ കാരണം എന്ന് പറയില്ല, ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷ് ഗവൺമെന്റും തമ്മിൽ കമ്പനിയുടെ ചില ഇടപെടലുകൾ, കമ്പനിയുടെ ചില അധികാരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അവരുടെ ഭരണ രീതികളൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സിറാജ് ഉദ്ദൗളയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ കാരണം എന്താണ്? കൽക്കത്തയ്ക്ക് ചുറ്റും കൊൽക്കത്തയ്ക്ക് ചുറ്റും ഒരു കോട്ട നിർമ്മിക്കാൻ ആരാഗ്രഹിച്ചു? കമ്പനി ആഗ്രഹിച്ചു. ഇതോടുകൂടി ആയപ്പോ ആര് ശുഭിതനായി? നമ്മുടെ സിറാജ് ഉദ്ദൗള ശുഭിതനായി. ശ്രദ്ധിച്ചിരിക്കുക, 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആരടിത്തറ പാകിയത്? നമ്മുടെ
ബ്രിട്ടീഷുകാർ എവിടെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഇന്ത്യയിൽ അടിത്തറ പാകി. ശ്രദ്ധിച്ചിരിക്കുക, 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ അടിത്തറ പാകിയ ഒരു യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തില് എന്താ സംഭവിച്ചത്? ബംഗാളാണ് അവർ തെരഞ്ഞെടുത്ത പ്രദേശം. ബംഗാൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? വളരെ സംസ്കാരപരമായിട്ടും സമ്പന്നപരമായിട്ടും ഉള്ള ഒരു പ്രദേശമായിരുന്നു ബംഗാൾ. അതുകൊണ്ട് ബംഗാളിനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണമെന്ന് ആരാഗ്രഹിച്ചു? ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. ബംഗാളിലെ നവാബ് ആരായിരുന്നു? സിറാജുദ്ദൗള. സിറാജുദ്ദൗളയ്ക്ക് ഈ നടപടികൾ ഇഷ്ടപ്പെട്ടോ? ഇല്ല. കഥ പോലെ പഠിച്ചു വെക്കുക. സിറാജുദ്ദൗള എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ ഈ നയത്തെ എന്ത് ചെയ്തു? ശക്തമായിട്ട് എതിർത്തത് കൊണ്ട് തന്നെ കണ്ണിലെ കരടായിട്ട് ആര് മാറുകയാണ്? സിറാജുദ്ദൗള മാറുകയും, പിന്നെ രണ്ടാമത്തെ കോസസ് ഏതായിരുന്നു? കൽക്കട്ടയ്ക്ക് ചുറ്റും എന്ത് ചെയ്തു? അവരൊരു കോട്ട നിർമ്മിച്ചു. ഈ കോട്ട കൽക്കട്ടയ്ക്ക് ചുറ്റും നിർമ്മിച്ചതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പ്രവണതയും കൂടെ കണ്ടപ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് ആര് വളരെ പെട്ടെന്ന് തന്നെ ശുഭിതനാവുകയും ആര് മാറി? സിറാജുദ്ദൗള നമ്മുടെ ശുഭിതനായിട്ട് മാറുകയാണ്. അപ്പൊ കോട്ട പൊളിച്ചു മാറ്റാനൊക്കെ പറഞ്ഞിട്ടും കമ്പനി എന്ത് ചെയ്തില്ല. അപ്പൊ കോട്ട എത്രത്തോളം സ്ട്രോങ് ആക്കി കെട്ടിയപ്പോഴും സിറാജുദ്ദൗള പറഞ്ഞു കോട്ട എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, മാറ്റണമെന്ന് പറഞ്ഞപ്പോഴും കമ്പനി എന്ത് ചെയ്തില്ല? അത് കേട്ട ഭാവം നടിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇത് വളരെ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ട് പോകുന്ന സമയത്ത് സിറാജുദ്ദൗളയുടെ സൈനിക തലവനായിരുന്നു മിർകാസിം, ഇവിടെ പറയുന്നുണ്ട് മിർജാഫർ അല്ലെ. അവിടെ ബ്രിട്ടീഷുകാരുടെ കൂടെ ഒരാളാക്കാൻ നവാബാക്കാൻ എന്ത് ചെയ്യുന്നു? മിർജാഫറിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരികയാണ്. അപ്പൊ മിർജാഫർ ആരുടെ ആണ്? സിറാജുദ്ദൗളയുടെ സേനാനായകനാണ്. സിറാജുദ്ദൗളയുടെ സേനാനായകനായ മിർജാഫറിനെ ആര് മുന്നോട്ട് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തോട് പറഞ്ഞു ഒറ്റിക്കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചാരവൃത്തി. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവനെ എന്ത് ചെയ്യണം? ചതിച്ച് നീ ഇങ്ങനെ വന്ന നിന്നെ എന്താക്കി മാറ്റാം? ബംഗാളിലെ നവാബായിട്ട് മാറ്റാം. ഇതിൽ ആര് വീഴുകയാണ്? മിർജാഫർ വീഴുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, സിമ്പിൾ നിങ്ങളുടെ ഒരു മൈൻഡിൽ പറഞ്ഞു തരികയാണ്. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? കോട്ട പൊളിക്കാൻ തയ്യാറായില്ല. കോട്ട പൊളിക്കാൻ ആകാതെ വന്നപ്പോൾ തന്നെ കമ്പനിയും നവാബും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഈ സമയത്ത് ബ്രിട്ടീഷുകാരോട് കൂറുള്ള ഒരാളെ നവാബാക്കാൻ ആരാഗ്രഹിച്ചു? കമ്പനി എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. അങ്ങനെ നോക്കിയപ്പോ സിറാജുദ്ദൗളയുടെ സേനാനായകനായിരുന്നു ആര്? മിർജാഫർ. മിർജാഫറിനോട് എന്ത് പറഞ്ഞു? ഒറ്റിക്കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മിർജാഫർ എന്ത് ചെയ്തു? നവാബിനെ ഒറ്റിക്കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാരോട് സമ്മതം പറയുകയും മൂർഷിദാബാദിനടുത്തുള്ള പ്ലാസി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ സൈന്യവും നമ്മുടെ നവാബിന്റെ സൈന്യവും ഏറ്റുമുട്ടി. സിറാജുദ്ദൗളയുടെ സൈന്യവും നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സൈന്യവും ഏറ്റുമുട്ടി. നിങ്ങൾക്കറിയാം, കാരണം ബാക്കിൽ നിന്ന് എന്ത് ചെയ്യാണ്? പിന്നിൽ നിന്ന് കുത്തുന്ന ഒരാൾ കൂടെയുണ്ട്. ആരാണ്? മിർജാഫർ. മിർജാഫർ എന്ത് ചെയ്തു? സൈന്യം മൊത്തം ആരെ സപ്പോർട്ട് ചെയ്തു? ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ തന്നെ ഒറ്റുകൊടുത്തതിന്റെ ഫലമായിട്ട് വളരെ നിഷ്പ്രയാസം അല്ലെ, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി സിറാജുദ്ദൗളയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തുകയും തടവിലാക്കുകയും അവസാനം കൊന്നുകളയുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തെ തടവിലാക്കുകയും വധിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻ നിശ്ചയിച്ചതുപോലെ മിർജാഫറിനെ എന്ത് ചെയ്തു? ഇവിടെ എന്താണ്? ഭരണാധികാരിയായിട്ട് ബ്രിട്ടീഷുകാര് മാറ്റുകയും ചെയ്തു. അപ്പൊ ചതിയിലൂടെ നേടിയ ഒരു യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ചതിയിലൂടെ നേടിയ ഒരു യുദ്ധമായിരുന്നു ഏത്? പ്ലാസി യുദ്ധം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഒന്നുകൂടെ ബാറ്റിൽ ഓഫ് പ്ലാസി ഒന്നുകൂടെ പറയുന്നു. 1757 1757 എവിടെയാണ് നടന്നത്? പ്ലാസിയിലാണ് പ്ലാസി യുദ്ധം നടന്നത് അല്ലെ, മുർഷിദാബാദ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇന്ത്യയില് ബ്രിട്ടീഷുകാരുടെ ഭരണം അല്ലെങ്കിൽ അടിത്തറ പാകിയത് ഈ ഒരു പ്ലാസി യുദ്ധത്തോടു കൂടിയാണ്. എന്താ കാരണം? ബംഗാള് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെന്ന് ആരാഗ്രഹിച്ചു? ബ്രിട്ടീഷുകാര് ആഗ്രഹിച്ചു. ബംഗാൾ എങ്ങനെയായിരുന്നു? സമ്പന്നമായിരുന്നു അല്ലെ, വളരെ സമ്പന്നവും ഫലപുഷ്ടമായോ സാംസ്കാരികപരമായിട്ടൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ബംഗാൾ. എങ്ങനെയെങ്കിലും ബംഗാളിനെ കൈവശപ്പെടുത്തണമെന്ന് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാര് എങ്ങനെയെങ്കിലും ബംഗാളിനെ കൈവശപ്പെടുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ അവർ പെട്ടെന്ന് ചെയ്യുകയുണ്ടായി. അപ്പൊ കമ്പനി ആരുമായിട്ട് ചേരുന്നില്ല? നമ്മുടെ പ്ലാസിയിലെ അല്ലെങ്കിൽ എന്താണ് ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയുമായിട്ട് ചേരാതെ വന്നു. സിറാജുദ്ദൗളയും നമ്മുടെ കമ്പനിയും തമ്മിൽ ചേരാതെ വന്നു അല്ലെ. ബ്രിട്ടീഷുകാരുടെ നയങ്ങളൊന്നും ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? സിറാജുദ്ദൗള, ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയ്ക്ക് ഇഷ്ടപ്പെടാതെ വരികയും, രണ്ടാമത്തെ കാരണം എന്തായിരുന്നു?
അതെ, നമ്മുടെ കമ്പനിക്ക് ചുറ്റും അല്ലെ, സോറി, നമ്മുടെ ബംഗാളിന് ചുറ്റും, കൽക്കത്തയ്ക്ക് ചുറ്റും ഒരു കോട്ട നിർമ്മിക്കാൻ ആരാഗ്രഹിച്ചു? ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. കോട്ട പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടും ബ്രിട്ടീഷുകാർ അതിനു വേണ്ടി തയ്യാറായില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ശുഭിതനാവുകയാണ് ആര്? നമ്മുടെ സിറാജ് ഉദ്ദൗള. ഇതെല്ലാം കണ്ട് ശുഭിതനാവുകയാണ്. ആ സമയത്ത് തന്നെ ബ്രിട്ടീഷുകാർ ട്രിക്കായിട്ട് ചിന്തിച്ചു, തങ്ങളോട് കൂറുള്ള ഒരാളെ ബംഗാളിലെ നവാബായാൽ ബംഗാളിനെ എന്ത് ചെയ്യാം, നിഷ്പ്രയാസം കൈവശപ്പെടുത്താമെന്ന് ചതിയിലൂടെ അവർ ആഗ്രഹിക്കുകയും പകരം നമ്മുടെ സിറാജ് ഉദ്ദൗളയുടെ സേനാ നായകൻ എന്ത് ചെയ്യുകയാണ്? ഇവർ എന്താണ് നയത്തിലൂടെ അവരുടെ കൈവശമാക്കിയിട്ട് ഒറ്റിക്കൊടുക്കണമെന്ന് മിർജാഫറിനോട് പറഞ്ഞു. അപ്പൊ മിർജാഫർ സേനാനായകനാണ് അല്ലെ, സിറാജ് ഉദ്ദൗളയുടെ പട്ടാളത്തിലെ ഒരു വ്യക്തിയാണ്. യുദ്ധമൊക്കെ സംഘടിപ്പിച്ചു. മുർഷിദാബാദില് പ്ലാസി എന്ന് പറയുന്ന സ്ഥലത്ത് യുദ്ധക്കളമൊക്കെ ഒരുങ്ങി. ആ സമയത്ത് മിർജാഫർ എന്ത് ചെയ്തു? പുറകിൽ നിന്ന് എന്ത് ചെയ്തു? ഒറ്റിക്കൊടുത്തു. കാരണം സേന മൊത്തം മിർജാഫർ പറയുന്നതല്ലേ കേൾക്കൂ. നിഷ്പ്രയാസം നമ്മുടെ സിറാജ് ഉദ്ദൗളയെ ആര് ഒറ്റിലൂടെ അല്ലെങ്കിൽ ചതിയിലൂടെ കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തുകയും തടവിലാക്കുകയും പിന്നെ എന്താണ് വധിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ആരെ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടു? മിർജാഫറിനെ നമ്മളുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരോധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ എന്ത് സംഭവിച്ചു? ബംഗാളിലെ നവാബായിട്ട് ഇപ്പൊ ആരാണ് നിൽക്കുന്നത്? മിർജാഫർ ആണ് ബംഗാളിലെ നവാബായിട്ട് മാറുകയും അനീതിയിലൂടെ അല്ലെങ്കിൽ ചതിയിലൂടെ നേരിട്ട ഒരു യുദ്ധം തന്നെയായിരുന്നു പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. മനസ്സിലായ? പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ബംഗാളിലെ നവാബായി സിറാജ് ഉദ്ദൗളയും പിന്നെ ആരാണ്? യെസ്, കറക്റ്റ്, ബ്രിട്ടീഷുകാരും തമ്മിലാണ്. അപ്പൊ ഇത് സിമ്പിൾ ആണ് അല്ലെ. ഇവിടെ ഒറ്റുകാരൻ ആരായിരുന്നു? മിർജാഫർ. ഓക്കെ, സേനാ നായകൻ. ഇനി അടുത്തത് ബാറ്റിൽ ഓഫ് ബക്സാർ. ബക്സാർ യുദ്ധം. എന്താണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്? എപ്പോഴാണ് ബക്സാർ യുദ്ധം എന്നൊക്കെ നടന്നതെന്നൊക്കെ നമുക്കറിയാം. 1764 അല്ലെ. 1764 ബക്സാർ യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധത്തിന് ശേഷം നമുക്കറിയാം മിർജാഫർ ആണ് ഇപ്പൊ ആര്? രാജസിംഹാസനത്തിൽ ബംഗാളിൽ ഇപ്പൊ ഇരിക്കുന്നത് ആരാണ്? മിർജാഫർ ആണ്. പക്ഷേ ഈ മിർജാഫറിന്റെ നടപടികൾ അല്ലെങ്കിൽ മിർജാഫറിന്റെ കാര്യങ്ങൾ മിർജാഫറിന് ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രീതിപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. കാരണം ചതിയിലൂടെ നേടിയതാണ് അല്ലേ. നമുക്കറിയാം, നമ്മൾ ഏതൊരു കാര്യവും ചതിയിലൂടെ നേടി നമ്മളെ കയ്യിൽ നിലനിൽക്കോ? ഇല്ല. ബ്രിട്ടീഷുകാർക്ക് അങ്ങോട്ട് മിർജാഫറിൽ എന്ത് ചെയ്യുന്നില്ല? പ്രീതിപ്പെടാൻ പറ്റുന്നില്ല. മിർജാഫറിന്റെ ഭരണങ്ങളും ഒരു പ്രീതിപ്പെടുത്താനായിട്ട് ആർക്ക് കഴിയുന്നില്ല? മിർജാഫറിന് ബ്രിട്ടീഷുകാരെ കഴിയുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ ചിന്തിച്ചു, ഇവനെ എന്ത് ചെയ്യണം? പുറത്ത് ആക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇവനെയും പുറത്താക്കണം. അങ്ങനെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ മാറ്റിയിട്ട് മിർ കാസിം എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നു. അപ്പൊ മിർജാഫറിനെ മാറ്റി, ശ്രദ്ധിച്ചിരിക്കുക, സിറാജ് ഉദ്ദൗളയെ മാറ്റി ആരെ കൊണ്ടുവന്നു? മിർജാഫറിനെ കൊണ്ടുവന്നു. ഇപ്പൊ മിർജാഫറിനെ മാറ്റി ആരെ കൊണ്ടുവരികയാണ്? മിർകാസിമിനെ കൊണ്ടുവരികയാണ്. മിർകാസിനെ കൊണ്ടുവന്നു. അപ്പൊ മിർകാസിം എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിയിലെ പുതിയ നവാബാക്കി, അല്ലെങ്കിൽ എന്താണ് ബംഗാളിലെ പുതിയ നവാബാക്കി ആരെ മാറ്റി? കമ്പനിക്കാർ നമ്മുടെ മിർകാസിമിനെ മാറ്റി. അങ്ങനെ അദ്ദേഹം കമ്പനിയുടെ പുതിയ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ചു. എന്നാലും നിരവധി യുദ്ധങ്ങളിലൂടെയൊക്കെ നിരവധി പ്രശ്നങ്ങളൊക്കെ കടന്നു പോയപ്പോ മിർകാസിമിനും കമ്പനിയുമായിട്ട് ഒത്തുപോകാനായിട്ട് കഴിയുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക, അവരുടെ നയങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, ഡൈജസ്റ്റ് ആകാത്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മിർകാസിമിനും പറ്റിയില്ല ആരെ പ്രീതിപ്പെടുത്താൻ, നമ്മുടെ ബ്രിട്ടീഷുകാരെ പ്രീതിപ്പെടുത്താൻ മിർകാസിമിനും കഴിഞ്ഞില്ല, മിർജാഫറിനും കഴിഞ്ഞില്ല. അപ്പൊ ഇവർ രണ്ടുപേരെയും മാറ്റണമെന്ന് എന്ത് ചെയ്യുകയാണ്? വീണ്ടും ഇവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവസാനം നിരവധി യുദ്ധങ്ങളിലൂടെ കടന്നു പോയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ കമ്പനിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ മിർകാസിമിന് കഴിയാതായിട്ട് വന്നു. അവസാനം ഈ മിർകാസിം എന്താ ചെയ്തത്? അവധിലേക്ക് പാലായനം ചെയ്തു. പാലായനം എന്ന് പറയുമ്പോൾ പോവുകയാണ്. അവധിലേക്ക് പാലായനം ചെയ്യുകയും അവധിലെ നവാബായ സിറാജ് ഉദ്ദൗള, മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമൻ എന്നിവരുമായി കൂട്ടുപിടിച്ച് ഒരു സംയുക്ത സൈന്യം രൂപീകരിച്ചു. അപ്പൊ മിർകാസിം എവിടെ എത്തി? ഇപ്പോ അവധിലെത്തി. ഒരു കഥ പോലെ പഠിച്ചൊരിക്കുക. മിർകാസിം അവധിലെത്തുകയും അവധില് നമ്മുടെ ആരുണ്ട്? സിറാജ് ഉദ്ദൗളയും അതുപോലെ തന്നെ എന്താണ്? ഷാ ആലം രണ്ടാമൻ, ഷാ ആലം സെക്കൻഡുമായിട്ട് ഒരു കൂട്ടു ഉടമ്പടി അല്ലെങ്കിൽ ഒരു സഖ്യം രൂപീകരിക്കുകയും എങ്ങനെയെങ്കിലും കമ്പനി എന്ത് ചെയ്യണം? തോൽപ്പിക്കണം എന്നുള്ള രീതിയിൽ അവരെ എത്തുകയുണ്ടായി. നടക്കുന്ന കാര്യമാണോ? ഇല്ല. കാരണം കമ്പനി അത്രയും എന്തായിരുന്നു? സ്ട്രോങ് ആയിരുന്നു. ഇവിടെ ഈ എന്താണ് 1764 ഒക്ടോബർ 22 ബീഹാറിലെ ബക്സാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ ഈ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ഇതിനെ ബക്സാർ യുദ്ധം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, 1764 ഒക്ടോബർ 22 1764 ഒക്ടോബർ 22 ബീഹാറിലെ ബക്സാർ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചു? യുദ്ധത്തിൽ സ്വാഭാവികമായിട്ട് ആര് തോറ്റു?
നമ്മുടെ കമ്പനി ജയിക്കുകയും ബ്രിട്ടീഷുകാർ ജയിക്കുകയും നവാബ് എന്ത് ചെയ്തു? പരാജയപ്പെടുകയും ചെയ്തു. നമുക്കറിയാം എന്തൊക്കെ സംഭവിച്ചാലും ബ്രിട്ടീഷുകാരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ബ്രിട്ടീഷുകാരുടെ വെപ്പൺസ് ആയാലും അവരുടെ സൈനിക ബലമൊക്കെ വളരെ 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 കാര്യക്ഷമമുള്ളതായിരുന്നു. അതുപോലെ ഒരുപാട് പീരങ്കിപ്പടയായാലും മറ്റ് കാര്യങ്ങൾ അവരുടെ സൈനികം എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറമായിരുന്നു. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, ബാറ്റിൽ ഓഫ് ബക്സാർ ആണ്. ശ്രദ്ധിച്ചിരിക്കുക, പ്ലാസി യുദ്ധത്തിന് ശേഷം മിർജാഫർ എന്ത് ചെയ്യാണ്? ബംഗാളിലെ പുതിയ നവാബായിട്ട് മാറുകയാണ്. അപ്പൊ പ്ലാസി യുദ്ധത്തിന് ശേഷം ഇപ്പൊ ആരാണ് ബംഗാളിലെ പുതിയ നവാബായിട്ട്? മിർജാഫർ മാറുകയും ബ്രിട്ടീഷുകാരെ പ്രീതിപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞില്ല? അദ്ദേഹത്തിന് കഴിഞ്ഞോ? മിർജാഫറിന് ഇല്ല. ചതിയിലൂടെ നേടിയതായിരുന്നില്ലേ, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് അങ്ങനെയല്ലേ വരുള്ളൂ. കാരണം എന്താണ്, നമ്മൾ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ ഒരു സിറാജുദ്ദൗളെ പിന്നിൽ നിന്ന് കുത്തി, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് എന്ത് ചെയ്തു? ചതിച്ച് ഒറ്റയാണ് എന്തിലോട്ട് വന്നത്? ഈ ഒരു ഭരണത്തിലേക്ക് വന്നത്, രാജസിംഹാസനത്തിൽ എത്തിയത്. പക്ഷെ അവിടെയും നമ്മുടെ മിർജാഫറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ബ്രിട്ടീഷുകാരോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയാതെ വരികയാണ്. ആ കഴിയാതെ വന്ന സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്? അവിടെ നിന്ന് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന് ബ്രിട്ടീഷുകാർ തന്നെ വിചാരിക്കുകയും മിർ കാസിമിനെ അവിടേക്ക് എന്ത് ചെയ്ത് കൊണ്ടുവന്നു. മിർ കാസിമായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണത്തെ മിർ കാസിനും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നു. മിർ കാസിം എവിടേക്ക് പോവുകയാണ്? അവധിലോട്ട് പോവുകയാണ്. അവധിലേക്ക് പലായനം ചെയ്യുകയും അവധിലെത്തിയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? സിറാജുദ്ദൗളയും അതുപോലെ തന്നെ ഷാ ആലം സെക്കൻഡ്. സിറാജുദ്ദൗളയും ഷാ ആലം സെക്കൻഡുമായിട്ട് ചേർന്ന് ഒരു സംയുക്ത സൈന്യം എന്ത് ചെയ്തു? രൂപീകരിച്ചു. യുദ്ധം എന്ത് ചെയ്തു? അവർ മുന്നോട്ട് വച്ചു. പക്ഷേ ഈ യുദ്ധത്തില് 1764 ഒക്ടോബർ 22-നാണ് യുദ്ധം എന്ത് ചെയ്തത്? നടന്നത്. പക്ഷേ അവിടെ ബീഹാറിലെ ബക്സാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിഷ്പ്രയാസം എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് ബ്രിട്ടീഷുകാർ ആരെ തോൽപ്പിച്ചു? നമ്മുടെ നവാബിന്റെ സൈന്യത്തെ എന്ത് ചെയ്തു? തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ അവിടെ അടിത്തറ പാവുകയും ചെയ്തു. ഇതിനെ എന്തെന്ന് വിളിച്ചു? ബക്സാർ യുദ്ധം എന്ന് വിളിച്ചു. ഇതിനെ എന്ത് യുദ്ധം എന്ന് വിളിച്ചു? ബക്സാർ യുദ്ധം എന്ന് വിളിച്ചു. അപ്പൊ ഒന്നുകൂടെ, ബാറ്റിൽ ഓഫ് ബക്സാർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാസി യുദ്ധത്തിന് ശേഷം മിർജാഫറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവരുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോവാൻ കഴിയാതെ വന്നു, അല്ലെ? മിർജാഫറിന് കഴിഞ്ഞില്ല. ആ സമയത്ത് ആരെ വന്നു? മിർ കാസിം വന്നു. മിർ കാസിമിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അക്സെപ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണ നയങ്ങൾ അത്രയ്ക്കും വളരെ പൈശാചികവും ക്രൂരവുമായിരുന്നു. ഇതൊന്നും പറ്റിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? മിർ കാസിം എവിടേക്ക് പോവുകയാണ്? അവധിലോട്ട് പോയി. അവധിൽ അവിടെ പലായനം ചെയ്തു. അവധിലേക്ക് പോയിട്ട് അവിടെ ആരുണ്ടായിരുന്നു? സിറാജുദ്ദൗളയും അതുപോലെ തന്നെ ഷാ ആലം സെക്കൻഡും ഉണ്ടായിരുന്നു. ഷാ ആലം സെക്കൻഡും സിറാജുദ്ദൗളയും ചേർന്നിട്ട് 1764 അവർ എന്ത് ചെയ്തു? ഒരു സംയുക്ത സൈന്യമൊക്കെ വെച്ച് വീരപ്പടകളും അല്ലെങ്കിൽ പിരങ്കിപ്പടകളും വളരെ സൈന്യമൊക്കെ ആയിട്ട് ആരെ തകർക്കാന്ന് പറഞ്ഞു പോയി? ബ്രിട്ടീഷുകാരെ തകർക്കാന്ന് പറഞ്ഞു പോയി. നടന്നോ? ഇല്ല. അവിടെ 1764 ഒക്ടോബർ 22-ന് ബീഹാറിലെ ബക്സാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റുമുട്ടുകയും പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സൈന്യത്തെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ എന്തെന്ന് പറയുന്നു? ബക്സാർ യുദ്ധം എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇതിനെ എന്തെന്ന് പറയുന്നു? ബക്സാർ യുദ്ധം എന്ന് പറയുന്നു. ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ വൈഡാണ്. ഉറങ്ങിയോ? എന്തായാലും നമുക്ക് പഠിച്ചേ പറ്റൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. കഥ പോലെ മനസ്സിലാക്കി വെക്കുക. 7ാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് പ്രൊവിഷൻ ഫോർ പിറ്റ്സ് ഇന്ത്യ ആക്ട്. പ്രൊവിഷൻ ഫോർ പിറ്റ്സ് ഇന്ത്യ ആക്ട്. എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്? ശ്രദ്ധിച്ചിരിക്കുക. ക്രമീകരണ നിയമത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന്, ഇങ്ങനെ തന്നെ പഠിക്കുക. ക്രമീകരണ നിയമത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ക്രമീകരണ നിയമത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1784 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് ആണ് എന്ത് കൊണ്ടുവന്നത്? വില്യം പിറ്റ് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത്. എപ്പോഴാണ്? 1784. 6 കമ്മീഷണർമാർ അടങ്ങുന്ന ഒരു ആക്ട് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. 6 കമ്മീഷണർമാർ അടങ്ങുന്ന ഒരു ആക്ട് ആയിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട്. എന്റെ കൂടെ ഒപ്പം നോട്ട് എഴുതി പോകുന്നവർ നോട്ട് എഴുതി പോകാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ വില്യം പിറ്റ്സ് ആണ് എന്ത് കൊണ്ടുവന്നത്? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത്. ഇതെന്താണ്? ക്രമീകരണ നിയമത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നത്. കാരണം ഇവർ ഒരുപാട് കുറെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ നിയമങ്ങളോട് കൊണ്ടുവന്നു. അതിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നത്, ക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആക്ട് ആണ് എന്ത്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. ആരാ കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ്. 1784 ക്രമീകരണ നിയമത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന്
ആരാ കൊണ്ടുവന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്ന ആരാണ്? 1784 വില്യം പിറ്റ്സ് ആണ് എന്ത് കൊണ്ടുവന്നത്? ക്രമീകരണ നിയമത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വില്യം പിറ്റ്സ് കൊണ്ടുവന്ന ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഇതിൽ എത്ര പേരുണ്ടായിരുന്നു? 6 കമ്മീഷണർമാർ അടങ്ങുന്നതായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ ആക്ട്. ഈ ആക്ട് വഴി എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പരിപൂർണ നിയന്ത്രണം. കാരണം ഇവിടെ അഴിമതിയൊക്കെ കാണിച്ച് വിലസി നടന്ന കമ്പനിയെ ഇപ്പൊ എന്തിന്റെ നിയന്ത്രണത്തിലാക്കി? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ മുഴുവൻ നിയന്ത്രണത്തിലാക്കുകയാണ്. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ ഇപ്പൊ എന്തിനോടാക്കി? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പരിപൂർണ നിയന്ത്രണത്തിലേക്ക് ആക്കി. ശ്രദ്ധിച്ചിരിക്കുക, കമ്പനിയെ ഈ ആക്ടിലൂടെ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് അല്ല, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ എന്താണ് അധികാരത്തിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ആക്കി. യുദ്ധം, നയതന്ത്രം, നികുതി ഇതെല്ലാം എന്താണ്? ബംഗാൾ പ്രസിഡൻസിയിൽ അല്ലെങ്കിൽ എന്താണ് പ്രസിഡൻസിയുടെ കീഴിലാവുന്നതാണ്. യുദ്ധവും നയതന്ത്രവും എല്ലാം ഇതിന്റെ കീഴിൽ ആകുകയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയന്ത്രണത്തിൽ ആകുകയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ പറയുന്നുണ്ട് ക്രമീകരണ നിയമത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വന്ന ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1784 ആരാണ് കൊണ്ടുവന്നത്? വില്യം പിറ്റ്സ് ആണ് കൊണ്ടുവന്നത്. 1784 വില്യം പിറ്റ്സ് ആണ് 1784 എന്ത് വർഷം? വീണ്ടും വീണ്ടും പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വില്യം പിറ്റ്സ് ആണ് 1784 ക്രമീകൃത നിയമങ്ങൾ മറികടക്കുന്നതിനായിട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത്. ശ്രദ്ധിച്ചിരിക്കാം. അടുത്തെന്താ പറയുന്നത്? 6 കമ്മീഷണർമാർ അടങ്ങുന്ന ആക്ട് ആണ്. 6 കമ്മീഷണർമാർ അടങ്ങുന്ന ആക്ട് ആണ്. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം മൊത്തം എന്തിന്റെ കീഴിലായി? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലായി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അധികാരം മൊത്തം ഇപ്പൊ എന്തിന്റെ കീഴിലായി? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലായി. യുദ്ധം, നയതന്ത്രം ഇതെല്ലാം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. കുറച്ച് വലിയ പാഠമാണ്. അപ്പോ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് വരാം. വെല്ലസ്ലി പ്രഭു എന്ത് കൊണ്ടുവന്നു? സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നു. വെല്ലസ്ലി പ്രഭു എന്താണ്? സൈനിക സഹായ വ്യവസ്ഥ. അറിയാം, ഒന്ന് ഞാൻ ക്രോഡീകരിച്ച് പറയുകയാണ്, അവസാനത്തെ ഒരു കൊട്ടിക്കലാശമാണ് എന്നത്തെ പോലെ. ശ്രദ്ധിച്ചിരിക്കാം, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന വെല്ലസ്ലി പ്രഭു ആണ്. എന്താണ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ എന്താണ് നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യും? സൈനികപരമായിട്ട് സഹായിക്കാം. പക്ഷെ അധികാരം മൊത്തം ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. ആരാ കൊണ്ടുവന്നത്? വെല്ലസ്ലി പ്രഭു. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? ഹൈദരാബാദിലെ നൈസാം ഒക്കെ എന്ത് ചെയ്തു? ഒപ്പുവെച്ചു. അതോടുകൂടി എന്ത് ചെയ്തു? മറ്റു പല പ്രദേശങ്ങളിലും ആരുടെ കൈകളിലാകുകയാണ്? ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് ആവുകയാണ്. എങ്ങനെയെങ്കിലും അവർക്ക് അധികാരം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ആര് കൊണ്ടുവന്നത്? നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. രണ്ടാമത്തത് ഏതാണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധനം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. മറന്നു പോകരുത്, ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു എന്താ പറഞ്ഞത്? ഒരു നാട്ടുരാജ്യത്തിൽ ഭരണാധികാരികള് പുരുഷ പ്രജയില്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ ആ പ്രദേശത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം? കൈയടക്കണം. കാരണം എന്താണ്? മറ്റുള്ളവരെ ദത്തെടുക്കുന്ന ഏർപ്പാട് നിരോധിച്ചു അല്ലെ? മറ്റൊരു ഭരണാധികാരിയെ ദത്തെടുക്കുന്ന രീതി ആര് നിരോധിച്ചു? ബ്രിട്ടീഷുകാർ നിരോധിച്ചു. കാരണം ദത്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം അവരുടെ കൈകളിലായി പോവില്ലേ അല്ലെ? ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളുടെ കൈകളിലാവും. അത് പാടില്ല. ആര് തന്നെ ഏറ്റെടുത്തു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഇത് കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. സത്താറ, ഉദയ്പൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളെല്ലാം ആരുടെ കൈകളിലാകുകയാണ്? ബ്രിട്ടീഷുകാരുടെ കൈകളിലാവും. അവിടെ തീർന്നു. അടുത്ത റൈറ്റ് ടു വാരി സിസ്റ്റം. റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ എന്താണ്? ഗവൺമെന്റും കർഷകരും തമ്മിലുള്ള ഒരു ബന്ധമാണ് അല്ലെ? പക്ഷെ ഉടമസ്ഥാവകാശം ആർക്ക് കിട്ടിയില്ല? കർഷകർക്ക് കിട്ടിയില്ല. സെമീൻദാസ് ഉണ്ടായിരുന്നോ? ഇല്ല, സെമീൻദാസിന്റെ ഇല്ലായിരുന്നു. വയലിന്റെ നികുതി നിശ്ചയിക്കുന്ന രീതിയാണ് റൈറ്റ് ടു വാരി സിസ്റ്റം. അവിടെ അതും കഴിഞ്ഞു. അത് നേരെ നമ്മൾ ഇവിടെ വരാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ്. എവിടെയൊക്കെയാണ് കൊണ്ടുവന്നത്? പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത് ആരാണ്? കോൺവാലിസ് പ്രഭു ആണ് എന്ത് കൊണ്ടുവന്നത്? പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിലാണ് എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്നത്. പെർമനന്റ് സെറ്റിൽമെന്റിൽ എന്താ ചെയ്തത്? സെമീൻദാസിനാണ് പ്രാധാന്യം. സെമീൻദാസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഭുക്കന്മാരായിട്ട് മാറുകയും പാവപ്പെട്ട കർഷകർ കുടിയാന്മാരായിട്ട് മാറുകയും ചെയ്തു. കർഷകർ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായി മാറുകയാണ്? കർഷകർക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, ഹ്യൂജ് ആയിട്ടുള്ള ഒരു തുകയൊക്കെ ആർക്ക് കൊടുക്കണം? സെമീൻദാസിന് കൊടുക്കണം. പിന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി പറഞ്ഞു, ഒരുപാടാണ് അല്ലെ? 1757 ബാറ്റിൽ ഓഫ് പ്ലാസി എന്ത് ചെയ്യും നടക്കുന്നത്? പ്ലാസി യുദ്ധം എന്താണ്? ബംഗാളിൽ എന്താണ് അടിത്തറ പാകുന്ന ഒരു യുദ്ധമായിട്ട് ആര് മാറുകയാണ്? ഏത് മാറുകയാണ്? പ്ലാസി യുദ്ധം മാറുകയാണ്. സിറാജ് ഉദ്ദൗളെ ചതിയിലൂടെ മിർജാഫർ എന്ത് ചെയ്യുന്നുണ്ട്? പരാജയപ്പെടുത്തുകയുണ്ടായി. മിർജാഫർ പരാജയപ്പെടുത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഒറ്റുകൊടുക്കുകയാണ് അല്ലെ? അങ്ങനെ അടിത്തറ പാകിയ ആര്? നമ്മുടെ ബ്രിട്ടീഷുകാര് നമ്മുടെ ബംഗാളിൽ അടിത്തറ പാകുകയാണ്. കൽക്കത്തയ്ക്ക് ചുറ്റും ഒരു കോട്ട നിർമ്മിച്ച കാര്യമൊക്കെ പറഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്ത് ബക്സാർ. എന്താണ് ബക്സാർ എന്ന് പറയുമ്പോൾ? പ്ലാസി യുദ്ധത്തിന് ശേഷം വന്ന് മിർജാഫറിനെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ മിർജാഫറിനെ മാറ്റണമല്ലോ. അതിനുശേഷം മിർക്കാസിം വന്നു. മിർക്കാസിമിന് കഴിഞ്ഞില്ല. അങ്ങനെ മിർക്കാസിം എവിടേക്ക് പോയി? അവധിലോട്ട് പോയി. അവധിൽ എന്ത് ചെയ്തു? പാലായനം ചെയ്ത് അവിടുത്തെ ശാലം സെക്കൻഡും
സിറാജ് ഉദ്ദൗളയുമായിട്ടൊക്കെ എന്ത് ചെയ്തു, ഭരണത്തിലോട്ട് പോയി. അങ്ങനെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, 1764 ഒക്ടോബർ 22 എന്ത് സംഭവിക്കുകയാണ്, ബീഹാറിലെ ബക്സാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ നിഷ്പ്രയാസം ആരെ പരാജയപ്പെടുത്തി, നമ്മുടെ ബംഗാൾ നവാബിനെ പരാജയപ്പെടുത്തുകയും അടിത്തറപ്പാവുകയും ചെയ്തു, ബ്രിട്ടീഷുകാർ അടിത്തറപ്പാവുകയും ചെയ്തു. ഇതാണ് ബക്സാർ യുദ്ധം. ഓക്കെ, ലാസ്റ്റ് പിറ്റ്സിന്റെ ആക്ടിലൂടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. പിറ്റ്സിന്റെ ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വില്യം പിറ്റ് 1784 വില്യം പിറ്റ് ആണ് കൊണ്ടുവന്നത് അല്ലെ. ഈ വില്യം പിറ്റിന്റെ ഈ പിറ്റ്സിന്റെ ആക്ടിലൂടെ എന്ത് ചെയ്തു, യുദ്ധം, നയതന്ത്രം, മറ്റു കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലാവുകയുണ്ടായി. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലാണ് അധികാരം മൊത്തം ഇപ്പൊ ആരുടെ കൈകളിലാണ്, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലാണ്. അപ്പൊ ഇത്രയുമാണ്, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാം. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്നായിട്ട് പഠിക്കുക. ക്ലാസ് 1-2 പ്രാവശ്യം കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ക്ലാസ് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പുതിയ ക്ലാസ്സുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.